അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ഇത് നമ്മളെ സ്വന്തം ഇല്യാസ് ഹാജി. ഇത് ഇല്യാസ് ഹാജിൻ്റെ അനിയൻ. മൗക്കാലിയിലെ ഹിക്മ പ്രൊജക്റ്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സുന്ദർബൻസ് തുരുത്തിലെ ഒരു കൊച്ചു ഗ്രാമമാണ് മൗക്കാലി. ആ മൗക്കാലിയിൽ ഹാദിയൻ്റെ സ്വപ്നങ്ങൾ പൂവണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹിക്മ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സർവ്വതും നൽകിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഈ ഇല്യാസ് ഹാജിയും അവരുടെ കുടുംബവും ഒക്കെ ഉള്ളത്. അപ്പോൾ ഇല്യാസ് ഹാജിൻ്റെ വീടാണ് നമ്മളെ തൊട്ട് ബാക്കിലുള്ളത്. ഈ വീടിൻ്റെ കാഴ്ചകൾ കണ്ടാൽ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രാമത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ സാർ നമുക്ക് ഇനി ഈ വീടിന്റെ ഉള്ളും ഇതൊക്കെ ഒന്ന് കാണാലോ അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈ ഗ്രാമത്തിന്റെ മുഴുവനായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഈ ഗ്രാമത്തിലെ ഓരോ വീടുകളുടെയും അവസ്ഥകളാണ് ഈ കാണുന്നത്. ഇതിലേറ്റവും ഭൂസ്വത്തുള്ള ആളാണ് നമ്മുടെ ഹാജിയാർ ഇല്യാസ് ഹാജി. ഈ ഗ്രാമത്തിലെ തന്നെ ഹാജിയാരുടെ വീടാണ് ഇത്. ഏകദേശം 12 ഏക്കർ ഭൂമി, അതായത് 40 ബിഗയാണ് മൂപ്പരുടെ സ്വത്ത്. നമ്മൾ ഇന്നലെ സംസാരിച്ച മൂപ്പര് പറഞ്ഞല്ലോ, ആചാര്യക്ക് മൊത്തമായിട്ടുള്ള സ്വത്തുകൾ അത്രയുള്ള സ്വത്താണ്. ഇത് ഈ വീടിന്റെ ഉള്ളിൽ തന്നെ അടുക്കള ആയിട്ട് ഈ ഒരു ഭാഗം യൂസ് ചെയ്യാണ്. അതേപോലെ തന്നെ കിടപ്പുമുറി ആയിട്ടാണ് ഈ ഒരു സൈഡ് യൂസ് ചെയ്യണം. മറ്റു സൈഡായിട്ടുള്ള ഈ സൈഡ് കിടപ്പുമുറിയായിട്ട് യൂസ് ചെയ്യാണ്. ഒരു ഫാനും രണ്ട് ഭാഗത്ത് ആൾക്കാർക്ക് കെടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ, അത്യാവശ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഗ്യാസ്, അത്യാവശ്യ ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഈ വീട്ടിന്റെ ഈ ഒരു നമ്മളൊക്കെ വീടിന്റെ ഒരു ഡൈനിങ് ഹാളിന്റെ വലുപ്പം മാത്രമേ ഈ ഒരു റൂം അതിനേക്കാൾ ചെറുതാണ്. അതിനേക്കാൾ ചെറുതാണ്. ഒരു 400 സ്ക്വയർ ഫീറ്റ് പോലും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിന്റെ മുകൾ ഭാഗമാണെന്നുണ്ടെങ്കിൽ നേരെ സാധാ രൂപത്തിലുള്ള നമ്മുടെ ശീല വലിച്ചു കെട്ടിയിട്ടുള്ള ഒരു റൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ചെറിയ സംവിധാനം. നമുക്ക് നമ്മുടെ റൂം കാണാം. ഉസ്താദ് ഇവിടെ ഒരു വർഷത്തോളമായി, കഴിഞ്ഞ ജൂലൈ 27 മുതൽ ഉസ്താദ് ഇവിടെ ഉള്ള ഒരു നാട്ടുകാരനെ പോലെ ജീവിക്കണ ഉസ്താദിന്റെ സ്വന്തം വീട് എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഉസ്താദിന്റെ വീടും സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് നമ്മുടെ പൂമുഖം. അതായത് നമ്മുടെ ഗസ്റ്റുകൾ ആര് വന്നാലും നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കോമഡേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നിസ്കരിക്കാൻ പറ്റും. ഇപ്പൊ കുറച്ച് കാലമായിട്ട് നമ്മുടെ മക്തബിലേക്ക് നിസ്കാരം മാറ്റി, അല്ലെങ്കിൽ നിസ്കാരം ഇവിടെ തന്നെയാണ് കിടക്കണത്. ഗസ്റ്റുകൾ കിടക്കുന്നത് ഇവിടെയാണ്. അതേപോലെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയാണ്. അതായത് എല്ലാത്തിനുള്ള ഒരു ഏരിയ ആണ്. ഉടുക്കാനും അതായത് ഈ ആചാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഇങ്ങോട്ട് താമസം മാറ്റാം. പക്ഷെ മൂപ്പര് എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ഈ വീട് മൊത്തത്തിൽ കഴിഞ്ഞൊരു വർഷമായിട്ട് നമ്മളാണ് ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ടി തന്നതാണ്. അതെ, തന്നതാണ്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതനെ എടുത്തു പറയുന്ന വേണ്ട ഒരു കാര്യമാണ്. ഇത് നമ്മുടെ സങ്കേതം. അതായത് ഞാൻ താമസിക്കുന്ന റൂം, ഞാനുണ്ട് അൽത്താഫൊക്കെ നമ്മുടെ പിന്നെ ഉദവിമാര് വന്നാലും ഇപ്പൊ കുറെ ആൾക്കാർ ഇതുപോലെ വരുന്ന ആളുകളൊക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അവരൊക്കെ അത് എന്ത് ചെയ്താ ഇതിനോട് അങ്ങ് പൊരുത്തപ്പെട്ടു. ഒരു രാത്രിക്കും ഒരു രാത്രി. പക്ഷെ ഇത് മൊത്തം ബ്രിക്സ് ആയതുകൊണ്ട് ഏത് അന്തരീക്ഷമാണെങ്കിലും നമ്മുടെ ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. മൊത്തത്തിൽ വലിയ ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല ചൂടുള്ള സമയത്താണെങ്കിലും നമ്മുടെ ഫാൻ ഇട്ടത് സാധനം ഓണാക്കി കഴിഞ്ഞാൽ സാധനം സെറ്റാണ്. കൊതുകിന്റെ ശല്യം അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പൊ ഇച്ചിരി അലങ്കോലമായിട്ട് നിങ്ങൾ എല്ലാവരും വന്നുകൊണ്ട് എല്ലാവരും ചെറിയ അലങ്കോലം ഉള്ളു, അല്ലെങ്കിൽ സാധനം സെറ്റാണ്. നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടെടുക്കും അല്ലേ? അദ്ദേഹം ഒരു 300 സ്ക്വയർ ഫീറ്റിൽ താമസിക്കുന്നു. നമുക്കൊരു 700 സ്ക്വയർ ഫീറ്റ് വിട്ട് നിൽക്കണം ഒരു വീട്. സത്യത്തിൽ പറഞ്ഞാല് 2 റൂമും ഒരു സിറ്റ് ഔട്ടും അത്ര ഉള്ളത്. ബാത്റൂം ഒക്കെ ഉണ്ടല്ലോ, ബാത്റൂം ഒക്കെ നമ്മൾ ഒരു വർഷം മുമ്പ് വരുമ്പോ ഒരു ബാത്റൂമും ഇല്ല. ശരിക്കും പറഞ്ഞ ആ കാണുന്ന ഒരു അരച്ചുമര്, അതായത് 4 അടി ഹൈറ്റ് മാത്രമുള്ള ഒരു ബാത്റൂമാണ് അന്നുള്ളൂ. അതായത് എല്ലാം നമ്മളെ നാട്ടിലൊക്കെ ഈ പള്ളിയിലൊക്കെ ഉണ്ടാക്കണ ആ ഒരു സമയത്തുള്ള ബാത്റൂം, അതിലാണ് വലിയ ഇതുവരെ കുളിക്കലും എല്ലാ കാര്യങ്ങളും എല്ലാം അതിൽ തന്നെയാണ്. കുളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഉള്ള എന്തുണ്ട്, കുളങ്ങളുണ്ട്. അത് ഇതിന്റെ ചുറ്റും കുളങ്ങളുണ്ടല്ലോ, കുളി അതിലാണ്. പക്ഷെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത് അതിലാണ്. ശരിക്കും പറഞ്ഞാൽ വന്നതിന് ശേഷമാണ് അത് നമ്മളുടെ ഹിക്മ പ്രൊജക്ട് ഇവിടെ വന്നതിന് ശേഷം ഇതിനു വേണ്ടി എഞ്ചിനീയർമാർ വന്നു, നമ്മുടെ ഉസ്താദുമാർ വന്നു, ഹാദിയയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വന്നു. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ബാത്റൂം ഉണ്ടാകുന്നത്. അതായത് ഉസ്താദ് വന്നതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയതാണ്. നമ്മൾ ആളെ നിർത്തി, നമ്മളെ എഞ്ചിനീയേഴ്സ് ആളെ നിർത്തി, ഇവിടെ നിന്നുള്ള ആളെ നിർത്തി ഉണ്ടാക്കിയതാണ്. നമുക്ക് ആ കേരള കൾച്ചറിന് പെട്ടെന്ന് ഇതിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് സുരക്ഷിതമായിട്ട് ഇരിക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, കുറെ കാര്യങ്ങൾ നമ്മൾ ശീലിച്ചു. ആ ശീലങ്ങൾ ഇവിടെ വന്നിട്ട് മാറ്റുക എന്നുള്ളത് പ്രയാസം. ഇവരെ സംസ്കാരത്തോട് പെട്ടെന്ന് ഇണങ്ങുക എന്നുള്ളത്. അതുപോലെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അകത്തും അറ്റാച്ച്ഡ് ബാത്റൂമാ. ഈ ബാത്റൂം കാണാൻ വേണ്ടി കുറെ ആൾക്കാർ ഇവിടെ വന്നാണ്, കേരള മോഡൽ ബാത്റൂം കാണാൻ വേണ്ടി. ഇത് കണ്ടിട്ട് ഓൽക്ക് മാറാൻ വേണ്ടിട്ട് മാറാനുള്ള ഓൽക്ക് അത്ഭുതമാണ് ഇങ്ങനെ ഒരു വീട് എന്നുള്ള, ഇങ്ങനെ ഒരു ബാത്റൂം എന്നുള്ളത്. കാരണം യൂറോപ്യൻ ക്ലോസറ്റ്, ഷവർ, ഈ സാധനങ്ങൾ ഈ ഗ്രാമത്തിൽ അങ്ങനെ ഇല്ല. അപ്പൊ ആ വീട്ടിൽ നോട്ടീസ് ചെയ്ത് ആകെ ബാത്റൂമിലേക്ക് മാത്രമാണ് ടാങ്ക് എന്നുള്ള പൈപ്പിന്റെ കണക്ഷൻ വരുന്നുള്ളൂ. അതെ,
ബാക്കി ഇവര് പാത്രം കഴുകാനോ അലക്കാനോ ഒന്നും പൈപ്പിന്റെ കണക്ഷൻ എടുക്കില്ല. നമ്മള് വെച്ച ആ പൈപ്പിന്റെ കണക്ഷൻ മാത്രമാണല്ലേ? അത്രേ ഉള്ളൂ. അതായത് നമ്മൾ വന്നതിന് ശേഷമാണ് അവിടെ മറ്റേ ഇലക്ട്രിസിറ്റി കണ്ടില്ല നിങ്ങള്? നമ്മള് വയറ് പുറത്തു കൂടി എങ്ങനെ നമ്മള് വലിച്ചിട്ടേക്കണം. നമ്മൾ ചെയ്തതാണത്. നമ്മൾ ചെയ്തെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ ഉണ്ട്, പ്രണബ് നമുക്ക് പ്രണബിനോട് എന്ത് ആവശ്യം സംസാരിക്കും. നമ്മളൊക്കെ വീട്ടിലൊക്കെ വിറക് പുരയ്ക്ക് നേരെ ഒരു വൾബിടുന്ന പോലെ നേരെ ഒരു റൂമിലേക്ക്. കേരളത്തിലെ ഒരു സത്യം പറഞ്ഞാൽ ഒരു കുട്ടനാട് ഈ കടമക്കുടിയൊക്കെ പോലെ എല്ലാ ഭാഗങ്ങളും തുരുത്തുകളെ പോലെ ഫുള്ള് വള്ളം. ബംഗാളിലെ ഒരു പൊതുവെ ഉള്ള ഒരു സംസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചതുപ്പ് നിലങ്ങളാണല്ലോ അധികം. അപ്പൊ ഒരാൾക്ക് വീട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏരിയന്ന് മണ്ണെടുത്ത് പിന്നെ വീടുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് മണ്ണെടുത്തിടാണ്. മണ്ണെടുത്തിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ സൈഡ് എന്തായി കുളമായില്ലേ? ആ കുളത്തിൽ സ്വാഭാവികമായിട്ട് മഴ പെയ്യുമ്പോൾ വെള്ളം നിറയും. വെള്ളം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും? മീനിടും. അത് ഉപജീവനം. വേറെ മണ്ണെടുക്കാനുള്ള മലകളോ അങ്ങനെയല്ല. ഇനി ഈ വീടിന്റെ തന്നെ 4 സൈഡും എന്താണ്? കുളങ്ങളാണ്. നമ്മൾ കണ്ടല്ലോ, 4 സൈഡും കുളങ്ങളാണ്. ഇവർ ഈ മണ്ണ് വിറ്റും ഇവിടെ ഒരു ലോഡ് മണ്ണിന് 500 രൂപയാണ്. ഒരു ലോഡ് മണ്ണിന്. ഒരു ലോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടുത്തെ ലോഡ് ഉണ്ടാവില്ല. കാരണം ഈ ചെറിയ പിക്കപ്പിലെടുക്കാം. കാരണം വലിയ വണ്ടി ഇറങ്ങിയാൽ എന്ത് ചെയ്യും? താഴും. അപ്പൊ അത് കാരണം ചെറിയ പിക്കപ്പിലാണ് ഇവർ സാധനം എടുക്കുക. ട്രാക്ടർ, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ട്രാക്ടറിലാണ് സാധനം എടുക്കുക. അപ്പൊ ആ മണ്ണ് വിൽക്കും. അതൊരു വരുമാനം. ഇനി വീടുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആ മണ്ണെടുത്ത് എന്ത് ചെയ്യും? തറയിലിടും. അപ്പൊ ഈ മണ്ണെന്തായി? അപ്പൊ ഈ ഭാഗം കുളാവും. അപ്പൊ വെള്ളം നിറയും. മീനിടും. ആ മീൻ എന്ത് ചെയ്യും? പിന്നെ വെള്ളം വലിഞ്ഞു പോകൂല, നീരാവിയായിട്ട് തന്നെ പോകണം. ഒരു പ്രത്യേകതരം ഒരു ടൈപ്പ് ക്ലേ പോലത്തെ ഒരു മണ്ണാണ്. അതായത് നമ്മൾ വാട്ടർ ലെവൽ നോക്കുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. കുറച്ച് ഉയർന്ന സ്ഥലത്തുള്ളതുണ്ട്, കുറച്ച് താഴ്ന്ന സ്ഥലത്തുള്ളതുണ്ട്. ഇനി ഹാജിയാരുടെ ഏരിയ ആണ് ഇതൊക്കെ. ഈ ഭൂമി ഹാജിയാരുടെ ഭൂമിയാണ്. ഇത് ഫുള്ള് അതിനപ്പുറത്തും ഏകദേശം ആ മൂലക്ക് കിടക്കുന്നത് 3.5 ഏക്കർ ഭൂമിയുണ്ട്. ഇവര് അതൊക്കെ ഒരു ബിഗ എന്നുള്ള കണക്കിലാണല്ലേ പറയാ? അതായത് ബിഗ ഇവിടെ ഉപയോഗിക്കുന്നത് ബിഗ ഒരു 33 സെന്റ് ഒരു ബിഗ. 33 സെന്റ് ഒരു ബിഗ. ചാലി അതാണ് ഇന്നലെ പറഞ്ഞത് 40 ബിഗ ഉണ്ടെന്നുള്ളത്. ഹാജിയർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തും ഏകദേശം ഒരു 12 ഏക്കർ ഭൂമി അൽഹംദുലില്ലാഹ് ഉണ്ട്. വബില്ലാഹി തൗഫീഖ് ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അള്ളാഹു റാഹത്തിലാക്കട്ടെ. നേരെ ക്യാമ്പസിലേക്ക്. അതായത് ഹാജിയാർക്ക് ഇപ്പോൾ നിലവിൽ ഹാജിയാർക്ക് മക്കളില്ല, വാർദ്ധക്യ സമയത്തിലേക്ക് എത്തി. അപ്പൊ ഇതൊന്ന് അനന്തരമായിട്ട് എടുക്കാൻ ഒരാൾക്കാരില്ലാത്ത സമയത്താണ് ഹാജിയാർ ഇതൊരു നല്ല ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഇന്നലെ സംസാരിച്ചില്ലേ, ദാറുൽ ഓഫ് ക്യാമ്പസ്, ബംഗാളിലെ ഓഫ് ക്യാമ്പസ് മൂപ്പര് സന്ദർശിച്ചു. അതിൽ നിന്ന് വലിയൊരു ഇൻസ്പിറേഷൻ ഉണ്ട് ഈ വിഷയത്തിൽ. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് ഒരു ഹിക്മയുടെ തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ക്യാമ്പസ് കണ്ട് മുൻകിർ സാഹിബിന്റെ അത്രയും വലിയ പ്രവർത്തനങ്ങളും, അതായത് മുൻകിർ സാഹിബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പണ്ഡിതനും വ്യത്യസ്ത രാജ്യങ്ങൾ ക്ലാസ് എടുക്കുന്ന ഒരു പ്രൊഫസർ, ഡോക്ടർ ഫെലോഷിപ്പ് ഒക്കെ കിട്ടിയ ഒരു വ്യക്തി ഒരു ഫക്കീറായിട്ട് ജീവിച്ച കഥയാണ് മുൻകിർ സാഹിബിന്റെ. അതേപോലെ ഇത്രയും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ നിൽക്കുന്ന വീടാണ് ഇപ്പൊ നമ്മൾ ആദ്യം കണ്ടത്. ഇവരുടെ ഒരു പിന്നെ ഇവര് അവിടെ ആ വീട്ടിൽ ആകെ 3 ആളാണ് താമസിക്കുന്നത്. 3 ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാജിയാര്, ഭാര്യ, അനിയന്റെ മകള് റുക്സാന എന്ന് പറഞ്ഞ അനിയന്റെ മകള്, ഇങ്ങനെ 3 ആളാണ് അവിടെ താമസിക്കുന്നത്. അത് ഇവർക്കൊരു കൂട്ടിനെന്നുള്ള രീതിയിലാണ് റുക്സാന ഇവരുടെ കൂടെ നിൽക്കുന്നത്. ഏകദേശം 4 ബിഗയാണ് നിലവിൽ നമുക്ക് ഹാജിയാര് തന്നിട്ടുള്ളത്. അവിടെയാണ് ഹിക്മയുടെ ആദ്യത്തെ പ്രൊജക്ട്. അതായത് ഒരു 6 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷനിൽ നമ്മളെ ഒരു എൻഡ്, അതായത് 2027 നവംബർ ആകുമ്പോഴേക്കും നമ്മളുടെ 6 കോടിയുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതായത് നമ്മുടെ പിക്ചറിൽ കാണുന്ന നമ്മുടെ പിന്നെ ഫയൽ പിക്ചർ ഉണ്ടല്ലോ, 3D പിക്ചറിൽ കാണുന്ന ആ രീതിയിൽ 2027 നവംബറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. അതായത് 2025 9/11 നമ്മൾ ഇതിന്റെ തറക്കല്ലിട്ട്. നവംബറിൽ 9-ാം തീയതി നമ്മൾ ഇതിന്റെ ഇത് നമ്മളുടെ പള്ളിയുടെ തറക്കല്ലിട്ടതാണ്. കഴിഞ്ഞ നവംബർ 2025 9 നമ്മളെ പള്ളിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. അത് ഇത് പള്ളി സ്പോൺസർ ചെയ്തിരിക്കുന്നതാണ്. ഞാൻ അത് പ്രത്യേകം ഒന്ന് സൂചിപ്പിക്കണത്. നമ്മളുടെ പള്ളിയുടെ ആദ്യ ഫണ്ട് നമുക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത ടീം നമ്മളുടെ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ അടുത്ത് ഒരു സായിബിന്റെ പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലം, ഒരു മഹലുണ്ട്. അവിടെ പനങ്ങാട് മഹല് വെൽഫെയർ ടീമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കിതൊരു വലിയൊരു പ്രചോദനമായത്. വലിയൊരു സംഖ്യ, ചെറുതൊന്നുമല്ല, ഈ പള്ളിക്ക് വേണ്ടി വലിയൊരു സംഖ്യ അവർ സമാഹരിച്ചു. മാക്സിമം അവർ ചെയ്ത് ബാക്കിയുള്ള ഫണ്ടുകൾ കൂടി അവർ ചെയ്തു തരാന്ന് പറഞ്ഞു. നിലവിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓൺഗോയിങ്. അവര് നിലവിൽ ഏകദേശം 1,45 ലക്ഷം രൂപ അതിന് വരും. പള്ളിക്ക് ഒരു 8,000 സ്ക്വയർ ഫീറ്റ് അത് ഏകദേശം പകുതിയോളം അവർ ഏകദേശം തന്നു കഴിഞ്ഞു. ബാക്കി കൂടി അവർ ഇൻഷാ അല്ലാഹ് തരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ നിലവില് പള്ളിന്റെ വാർപ്പ് കഴിഞ്ഞില്ലേ? ഫസ്റ്റ് ഫ്ലോർ വാർപ്പും കഴിഞ്ഞു. ഇനി വാർപ്പ് അനുബന്ധ കാര്യങ്ങളൊന്നും ഇല്ല. ഈ പടവ് കാര്യങ്ങളൊക്കെ തീർന്ന് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ടൈലിന്റെ വർക്ക് തീർന്നാലേ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഉദ്ഘാടനത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്.
ഗ്രൗണ്ട് ലെവലാ. ഇതിന്റെ ഒരു 4 മീറ്റർ കൂടി താഴെ ഉണ്ട്. അവിടെ നിന്നാണ് ഈ സാധനം പൊക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അത്രയും മണ്ണ് ഇതിന്റെ ഉള്ളിൽ മണ്ണ് ഇട്ടത് ഇടാൻ നമുക്ക് ഏറ്റവും എളുപ്പമായത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഹാജിയാരുടെ ഭൂമി അവിടെ നിന്നാണ് എന്ത് ചെയ്തത്, നമ്മൾ മണ്ണ് ഫുള്ള് ഷിഫ്റ്റ് ചെയ്തത്. ഏകദേശം നമ്മൾ അതിന്റെ പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് അന്നത്തെ പിക്ചറും ഇന്നത്തെ പിക്ചറും കാണുമ്പോൾ താഴെ മുതൽ ഫൂട്ടിങ് ചെയ്ത് ഏകദേശം ഒരു 4 മീറ്റർ ഫൂട്ടിങ് ചെയ്ത് മുകളിൽ കൊണ്ടുവന്നിട്ടാണ് ബെൽറ്റ് ഇട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ പള്ളിയുടെ ഗ്രൗണ്ട് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ നിൽക്കുന്നത് പള്ളിയുടെ ഉള്ളിലാണ്. അതായത് നമ്മളുടെ റോഡ് ലെവലിനേക്കാൾ 1.5-2 അടി മുകളിലാണ് ശരിക്കും പള്ളിയുടെ ഗ്രൗണ്ട് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത് മെയിൻ റോഡാണ്. ഈ മെയിൻ റോഡ് പിന്നെ അവിടെ പോകുന്ന കോൺക്രീറ്റ് റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് റോഡാണ്. നമ്മളുടെ ബാക്കിലെ ബിൽഡിംഗ് വരുന്നത് ആ റോഡിൽ നിന്നും 2 അടി മുകളിലായിട്ട് വരും. പള്ളി വരുന്നത് ഈ റോഡിൽ നിന്നും എന്ത് ചെയ്യുക 2 അടി മുകളിലായിട്ടാണ് ശരിക്കും പള്ളി വരുന്നത്. നമ്മൾ നിൽക്കുന്നത് പള്ളിയുടെ ഉള്ളിൽ. ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ 8000 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ മസ്ജിദിന്റെ മൊത്തം പള്ളി അടിയും മുകളിലോണി കൂട്ടിയിട്ട് 8000 സ്ക്വയർ ഫീറ്റ്. നിലവിൽ ഇപ്പോൾ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എനിക്കിപ്പോൾ ഈ പള്ളിന്റെ മൊത്തം സ്ട്രക്ചർ കണ്ടിട്ടേ നമ്മളൊരു കേരള മോഡൽ, അതായത് നമ്മളൊക്കെ ഒരു ഗൾഫ് കൺട്രീസ് നമ്മൾ അഡാപ്റ്റ് ചെയ്ത സാധനത്തിന്റെ അതേ ഒരു സ്ട്രക്ചറിലാണോ പള്ളി വരുന്നത്? ഏകദേശം അത് തന്നെയാണ്. കാരണം നമ്മളാണല്ലോ ഉണ്ടാക്കുന്നത്, കേരളക്കാരുണ്ടാക്കുന്നത്. കേരള അതിന്റെ അതേ ഒരു സ്ട്രക്ചറും ഡിസൈനും ഇതൊക്കെ ആ രീതിയിലായിരിക്കും അല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് വരും. ഇവിടുന്ന് 1 അടി താഴ്ചയായിരിക്കും നമ്മുടെ ഈ ക്യാമ്പസിലേക്കുള്ള മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഫ്ലോറിങ് വരുന്നത് ലെഫ്റ്റ് സൈഡിലേക്ക് എന്താണ് പിന്നെ സ്ലോപ്പാണ്. കാരണം ഈ വെള്ളം കെട്ടി നിൽക്കരുതല്ലോ. ഈ ചുറ്റും എന്താണ് ഇതുപോലെ മീൻ കുളങ്ങളാണ്. അതായത് മണ്ണെടുത്ത് പോയി അവിടെ എന്ത് ചെയ്യാണ്, മീൻ കൃഷികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വെള്ളം പിന്നെ എന്ത് ചെയ്യുക, ഒഴുകി പോകാനുള്ള ഒരു മാർഗം നമ്മളുടെ ബാക്കിലൂടെ ഒരു എന്ത് പോകുന്നുണ്ട്, ഒരു പിന്നെ കനാല് പോകുന്നുണ്ട്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം വെള്ളങ്ങൾ എന്ത് ചെയ്യുക ഒഴുകി പോകാനുള്ള അവസരമുള്ളൂ. കേരളത്തിൽ നിന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തന്നെയാണല്ലോ നിലവിലൂടെ? അതെ, കേരളത്തിൽ നിന്നുള്ള ഒരു ടീം തന്നെയാണ്. അനാർക്ക് ടീമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫുള്ള് വർക്കുകൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് നിന്ന് എല്ലാ കാര്യത്തിനും അവർ കൂടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കോളേജിന്റെ പണികൾ ഇപ്പൊ ഏകദേശം മൂന്നാമത്തെ കോളേജിന്റെ പണികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ, അതായത് ഇത് പകുതിയേ ഉള്ളൂ. ഈ പിക്ചറിൽ കാണുന്നത് പകുതിയാണ്. അതായത് മൊത്തം കോളേജിന്റെ പകുതി ഭാഗമാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ആ സൈഡാണ്. അതിനിപ്പോ മഴ ഒന്ന് തോരണം. ഇപ്പൊ മഴ നല്ല പെയ്ത്താണ്. മഴ ഒന്ന് തോർന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് എന്ത് ചെയ്യാൻ പറ്റും, വെള്ളം നിറഞ്ഞിക്കാണ്. ഇതേ ഒരു അവസ്ഥയിലുള്ള സ്ഥലം നമ്മൾ മണ്ണിട്ട് പൊന്തിച്ചിട്ടാണ് നിലവിലുള്ള മണ്ണ് കയറണം, ബിൽഡിംഗ് പൊന്തിച്ചെടുത്തിട്ടാണ്. അതേപോലെ ഇനി ഇവിടെ ഫുള്ള് മണ്ണിട്ടിട്ട്. അതെ, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ കോളേജിന്റെ സെന്റർ ഭാഗമാണ് ഈ കാണുന്നത്. സെന്റർ ഇത് വരും. ഇവിടുന്ന് നേരെ എന്ത് ചെയ്യാം, ഇപ്പോഴുള്ള സ്ട്രക്ചർ കണ്ടാൽ ഇതൊരു സൈഡ് ഭാഗമായിട്ട് ഫീൽ ചെയ്യും. ഇതേ മൈക്കൊരു സെക്കൻഡ് ഹാഫ് കൂടെ ഭാഗത്ത് വരാനുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ 18000 സ്ക്വയർ ഫീറ്റ് 9000ന്റെ ആദ്യ ഫേസ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. ഇനി പടവും കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ട് ചെയ്യാൻ. നിലവിൽ 2 നില വാർപ്പും കഴിഞ്ഞ് ഇപ്പോൾ പടവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഭാഗത്ത് ഈ ഒരു പണി കഴിഞ്ഞ സ്ഥലത്ത് എത്ര ക്ലാസ് റൂമുകൾ വരും? നമ്മളിപ്പോ പിന്നെ ഒരു 4 ക്ലാസ് റൂമാണ് ഈ താഴെ വരുന്നത്. ഈ താഴെ ഫ്ലോറിൽ താഴെ മാത്രം 4 ക്ലാസ് റൂം, 400 സ്ക്വയർ ഫീറ്റ് ഉള്ള 4 ക്ലാസ് റൂമുകളുടെ വലിപ്പത്തിലുള്ള ആ രീതിയിലാണ് ഇടപെത്തികൾ വെച്ചിട്ടുള്ളത്. ഇതിന്റെ മുകളിൽ 4, അതിന്റെ മുകളിൽ 4, അങ്ങനെ ഇവിടെ 12 ഇവിടെ പണി തീർന്നാൽ പുതിയ ബിൽഡിങ്ങിലേക്ക് പണി തീർന്നാൽ ഏകദേശം താഴെ തന്നെ നമുക്ക് 7 ക്ലാസ് റൂമുകൾ കിട്ടും. 7 3 23 ക്ലാസ് റൂമുകളാണ് മൊത്തം. അതിനുള്ള വലിപ്പമാണ് ഉണ്ടാവുക. ഏകദേശം നമുക്കൊരു 300 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. ഇതില് ബോർഡിങ്ങും ഗോയിങ്ങും രണ്ടും ഉണ്ട്. അതേപോലെ തന്നെ ആ ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ബിൽഡിങ്ങിന്റെ പള്ളിയുടെ ഇടയിലുള്ള ഭാഗം, അത് നമ്മൾ പിന്നീട് കൺസെപ്റ്റ് ചെയ്യേണ്ടതാണ്. അവിടെയാണ് ഡൈനിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായിട്ട് ഡൈനിങ് മൊത്തം ഈ കുട്ടികളുടെ മൊത്തം ഡൈനിങ് അങ്ങോട്ട് മാറിയാൽ ബോർഡിംഗ് സംവിധാനം വരുമ്പോൾ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാം, അങ്ങോട്ട് മാറിയാൽ പിന്നെയും സൗകര്യങ്ങൾ ഇതിൽ കൂടാണ്. അപ്പൊ അത് ഞാൻ ചോദിച്ചാൽ നിലവിൽ എന്തെല്ലാം കോഴ്സുകളും എന്തെല്ലാം രീതിയിലാണ് ഇവിടുത്തെ ഒരു പ്ലാനിങ്, അതായത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, എന്നാലും നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കണ ഒരു ഉദ്ഘാടനം കഴിയുമ്പോഴേക്കും ഈ കോഴ്സുകൾ തുടങ്ങണം. എങ്ങനെ ഫസ്റ്റ് ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വന്ന് ഇപ്പൊ ഇത്ര കാലമായല്ലോ, 1 വർഷമായല്ലോ, നമ്മുടെ ഏറ്റവും വലിയൊരു അസറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്തൊരു പിന്നെ മക്തബിന്റെ ഒരു സംസ്കാരം. ഏകദേശം 10-67 കുട്ടികൾ. ഞാനിവിടെ വരുമ്പോൾ ഏകദേശം 150ഓളം കുട്ടികൾ മക്തബിൽ പഠിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം നമ്മുടെ ഫീൽഡ് വർക്ക് കഴിഞ്ഞു കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തു, അന്വേഷിച്ചു, കുട്ടികളെ കണ്ടെത്തി. അത് കഴിഞ്ഞപ്പോൾ ഏകദേശം 150ഓളം കുട്ടികൾ തയ്യാറായി വന്നു. ഏകദേശം എത്ര വയസ്സ് വരെ ഉള്ളത്, 20-25 വയസ്സ് വരെയുള്ള ആളുകൾ
പഠിക്കാൻ തയ്യാറായിട്ട് വരികയാണ്, നമ്മൾ മക്തബ് തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ അത് നമുക്ക് തുടങ്ങാനുള്ള പരിമിതി നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവില്ല, 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒന്നും സ്ഥലമില്ല. രണ്ടാമത്തത് ഈ കുട്ടികളെ 1ാം ക്ലാസ് പഠിപ്പിക്കുക എന്നുള്ളതിന്റെ മറ്റൊരു ചലഞ്ച്. എല്ലാം നമ്മൾ നോക്കണമല്ലോ. അങ്ങനെയാണ് 2 ബാച്ചുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തത്, മക്തബ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ച് അങ്ങനെ മക്തബ് തുടങ്ങി. അതിനെ കഴിഞ്ഞ റമദാനിന് ശേഷം കുറച്ചുകൂടി ഒരു വിപുലീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. നമ്മുടെ അടുത്ത് തന്നെ ഒരു ജലീൽ എന്ന് പറഞ്ഞൊരു ഹസ്രത്ത് പഠിപ്പിക്കാൻ തയ്യാറായി. അങ്ങനെ വന്ന് അതിന് പുതിയ കമ്മിറ്റി രൂപീകരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് വലിയൊരു അസറ്റാണ്. ഇപ്പോൾ 67 കുട്ടികൾ നിലവിൽ നമ്മുടെ മക്തബിൽ നമ്മൾ കണ്ടല്ലോ, 67 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ വലിയൊരു അസറ്റാണ്, നമ്മളൊരു പ്രവർത്തനമാണ്. അതുപോലെ ഈ നാട്ടിൽ നിസ്കാരം എന്നുള്ള സംസ്കാരം ഇല്ലായിരുന്നു. നിസ്കാരമുള്ള സംസ്കാരം ഇല്ലാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്നലെ നമ്മൾ വീട് സന്ദർശിച്ചില്ലേ, ആ വീട്ടിൽ എവിടെ നിസ്കരിക്കാം? കട്ടിൽമ കയറി നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ തല എന്ത് ചെയ്യും? ഫാൻമ മുട്ടും. ഇനി താഴെ നിന്ന് നിസ്കരിക്കാനാണെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ തറയാണ്. ഈ ആളുകൾ അവിടെ നിസ്കരിക്കും. നമ്മൾ നിസ്കരിക്കണം നമ്മൾ 100 വട്ടം പറയുമ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ കൂടി ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആ ഒരു ചിന്തയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ നിസ്കാരം എന്ത് ചെയ്തത്, നമ്മൾ മക്തബിലേക്ക് ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ റമദാനോടുകൂടെ മാറ്റാനുള്ള കാരണം. സൈഡിൽ മരങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കില്ല, നല്ല കാറ്റടിക്കണ ഈ ഏരിയ. കാറ്റിനൊരു കുറവില്ല. ഏത് സീസൺ ആണെങ്കിലും നല്ല കാറ്റാണ്. 2 കാര്യങ്ങൾ, ഒന്ന് സുന്ദർബൻ, പിന്നെ അപ്പുറത്ത് ബേ ഓഫ് ബംഗാൾ. അതിന് മാത്രം ദൂരങ്ങളൊന്നുമില്ല. അവിടെ തന്നെ സന്ദർശിച്ചല്ലോ. അവിടുന്ന് ഇങ്ങനെ വന്ന് കാറ്റ്, അതിന്റെ ഇടയിൽ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു നോർമൽ കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. 24/7 ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ അതാ പറഞ്ഞു, രാത്രി കിടന്നുറങ്ങാനൊന്നും നമുക്ക് വലിയ പ്രയാസങ്ങളില്ല. അതിൻ്റെ ഉള്ളിലാണെങ്കിലും എവിടെയാണെങ്കിലും ജനല് തുറന്നിട്ടാലും എന്ത് ചെയ്യും, കാറ്റിങ്ങനെ അടിച്ചോണ്ടിരിക്കും. പിന്നെ നമ്മളെ ഈ കോളേജിൽ ഇപ്പൊ ഇക്കുമന്റെ പ്രൊജക്റ്റിൽ വരുന്ന കോഴ്സുകൾ മറ്റനുബന്ധ ഞങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, ഞാൻ പിന്നെ ഇങ്ങനെ ഓരോ സംസാരങ്ങളിലങ്ങ് ആയി പോയതാ. നമ്മൾ പ്രധാനമായിട്ട് 2 കോഴ്സാണ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തുടക്കത്തിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ. ഫസ്റ്റ് നമ്മുടെ ഹിഫ്ള് കോഴ്സാണ്. ബംഗാളിൽ ഇപ്പം എന്തിനാ ഹിഫ്ള് കോഴ്സ്? ബംഗാളിലെ ഒരു ഹിഫ്ളിന്റെ സംസ്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിഫ്ള് ആകുന്നത് വരെ പഠിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സംസ്കാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 3 വർഷം കൊണ്ട് ഹിഫ്ള് തീർക്കുക എന്നുള്ളതാണ്. ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും, എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യുക, ആ ലക്ഷ്യത്തിലേക്ക് എത്ര വൈകിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-20ഓളം സ്ഥാപനങ്ങൾ, ഇതുപോലെ മദ്രസകൾ, അതായത് അറബിക് കോളേജുകൾ ബംഗാളിൽ വിസിറ്റ് ചെയ്തു. അതിൽ തന്നെ 10-12 വർഷമൊക്കെ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളെ കണ്ടു. 12 വർഷം വേറെ പണിയൊന്നുമില്ല, ഹിഫ്ള് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് കറക്റ്റ് ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് അല്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് മതപഠനത്തിന് ഒരു കൃത്യമായ സ്ട്രക്ചർ, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിലബസ് അവർ ഫോളോ ചെയ്യുക, ഏതെങ്കിലും കിതാബുകൾ പഠിപ്പിക്കുക, അങ്ങനെയാണ്. അത് കിതാബുകൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പൊതുവിദ്യാഭ്യാസത്തിന് അത്ര പ്രാധാന്യം ഇല്ല. 1986 ദാറുൽ ഹുദ തുടങ്ങുമ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ, അതെന്ത് ചെയ്യാണ്, അത് എല്ലാം കൂടി ഇവിടെ പഠിപ്പിക്കുകയാണ്. എല്ലാം പഠിപ്പിച്ച് തൊലബുൽ കുല്ല് ഫൗത്തുൽ കുല്ലാണെന്നൊക്കെ പറഞ്ഞ് ശരിക്കും ടാർഗറ്റ് ചെയ്തു. അതിൽ നിന്നാണ് ശരിക്കും പറഞ്ഞ ബാപ്പുട്ടി ഹാജിയും CH ഉസ്താദും ബഷീർ ഉസ്താദും എല്ലാവരുടെയും ഒരു വിൽ പവർ കൊണ്ടാണ് ദാറുൽ ഹുദ വിപ്ലവമായത്. ഇന്നാണ് നമ്മൾ വിപ്ലവമായി എന്ന് പറയുന്നത്. 1986 തുടങ്ങുന്നവർക്കും ആശങ്ക, ശരിക്കും പറഞ്ഞാൽ കളിയാക്കലുകള്, പ്രയാസങ്ങള്. ഈ അടുത്ത് ഷാഫിയാജിന്റെ ഒരു ബാവാക്കാന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നില്ല, പോഡ്കാസ്റ്റിൽ പറഞ്ഞല്ല, ദാറുൽ ഹുദ ഒലിച്ചു പോവാണെന്ന് പറഞ്ഞു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നില മൊത്തം വെള്ളത്തിൽ മുങ്ങി നിൽക്കുക. ഞാൻ നേരത്തെ നമ്മുടെ പള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ, ഒരു 4 മീറ്റർ താഴത്തേക്ക് പോയാൽ മഴ പെയ്താൽ എന്ത് ചെയ്യും, ആ ഭാഗം ഫുള്ള് വെള്ളം നിറയും. ആ ഒരു രീതിയിലാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ആ ഒരു സ്ട്രക്ചർ ആയിട്ടുള്ളൊരു സിസ്റ്റത്തെ എന്ത് ചെയ്യാം, ബിൽഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹിഫ്ള് സംവിധാനം നമ്മൾ ആലോചിക്കുന്നത്. പ്ലസ് എന്ത് ചെയ്യാം, 5ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് 6ാം ക്ലാസ് മുതൽ +2 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം കൃത്യമായിട്ട് കൊടുത്ത്, അവർക്ക് മോറൽ സ്റ്റഡീസ് കൊടുത്ത്, അവർക്ക് അത്യാവശ്യം കിതാബും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുത്ത് എന്ത് ചെയ്യുക, അവരെ ഒരു ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് 2ാമത്തെ ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ഇത് നമുക്ക് അടുത്ത അക്കാഡമിക് ഇയർ ഇൻഷാ അല്ലാഹ് തുടങ്ങാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഹാജിയാരുടെയും ഹാദിയയുടെയും ഉസ്താദിന്റെ ഒക്കെ ഒരു വലിയ സ്വപ്നമാണ് ഈ ഒരു ഹിക്മ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ. ഇതൊരു തുടക്കം. ഈ ഒരു കോളേജിലൂടെയും ഈ ഒരു പള്ളിയും സംവിധാനങ്ങൾ വന്ന് ഹിഫ്ള് കോളേജും അതുപോലെ മദ്രസയും മക്തബും ഒക്കെ ആയിട്ട് ഒരു തുടക്കം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു വലിയ വിപ്ലവമായിട്ട് ഹിക്മ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ തുടക്കം ഇൻഷാ അല്ലാഹ് ഈ ഒരു വർഷത്തെ അധ്യയന വർഷത്തോടു കൂടി, ഇനി വരാനുള്ള അധ്യയന വർഷത്തോടു കൂടി അതിൻ്റെ ഒരു ക്ലാസ്സുകളൊക്കെ തുടങ്ങി വൻ വിജയമാവണം. ഏതായാലും എല്ലാവരുടെയും ഉസ്താദിൻ്റെയും ഹാദിയയുടെയും ഹാജിയാരുടെയും എല്ലാവരുടെയും സ്വപ്നങ്ങളും പ്രവർത്തനങ്ങളും
ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന, ഇതിനു വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് സഹായിക്കുന്ന, ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട്. അതായത് മനസ്സുകൊണ്ട് സഹായിക്കുന്നത് ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി. ഇവിടെ ആളുകൾ വരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. കാരണം വെച്ചാൽ 2-3 ദിവസങ്ങളിൽ ഒരാളുണ്ടെങ്കിൽ, ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എനർജിയാണ്. ഇപ്പൊ ഞാൻ ഉണ്ടാവും, അൽത്താഫ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രണവ് ഉണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല, ചിലപ്പോൾ ആൾ നാട്ടിൽ പോകും. അത് പിന്നെ ഒറ്റപ്പെട്ട ഒരു തുരുത്ത് പോലെ നമ്മുടെ മാനസികമായിട്ട് ഒറ്റപ്പെടുകയാണ്. ആരെങ്കിലും വരുന്നു, നമ്മളുടെ ഇൻസ്പയർ ചെയ്യുന്നു, ആരെങ്കിലും വന്നത് കാണുന്നു, വലിയൊരു ഇൻസ്പിറേഷനാണ്. ആരെങ്കിലും വന്ന് നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും ആരെങ്കിലും വന്ന് കാണാം. ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതായത് ബംഗാളിൽ നിന്നുള്ള ആളുകൾ തന്നെ നമ്മളുടെ, കാരണം നമ്മൾ ഏകദേശം 750ഓളം മക്തബുകൾ ഉണ്ടല്ലോ. ഇത് സ്വാഭാവികമായിട്ട് അവർക്കൊക്കെ ഈ മെസ്സേജുകൾ കിട്ടുമ്പോൾ അവർ ഈ ബിൽഡിങ്ങിന്റെ വർക്കുകൾ കാണാൻ, അതേപോലെ നമ്മുടെ സിസ്റ്റം കാണാനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. ഏതായാലും ബീർഭൂമ് ഒരു ജില്ല, ഒരു ഏരിയ, ഗ്രാമം മൊത്തമായിട്ട് ഒരു ദാർഹുദ വരുന്ന വിപ്ലവം കൊണ്ട് മാറ്റിയതുപോലെ ഇൻഷാല്ലാ ഈ ഒരു മൗക്കാലിയും ഈ ഒരു വിപ്ലവത്തോടു കൂടി ഹിക്കുമ ഇൻസ്റ്റിറ്റ്യൂഷനോട് കൂടി വലിയൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാല്ലാ സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിനെല്ലാം വേണ്ടി ഒരുപാട് വലിയ സംഖ്യകളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വലിയ വലിയ സംഖ്യകളാണ് ഓരോരുത്തർ ഏറ്റെടുക്കുന്നത്. ആ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ ഇതുവരെ എത്തി. ഇനി പൂർത്തീകരിച്ചിട്ട് ഹിക്കുമ ഇൻഷാല്ലാ വരുന്ന വർഷം ഓപ്പൺ ആവുകയാണ്. ഇനി സാമ്പത്തികമായി സഹായിക്കാൻ കഴിയാത്തവർ മാനസികമായിട്ട് സർവ്വ പിന്തുണയും നൽകിക്കൊണ്ടാണ് ഈ ഒരു സംരംഭം ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ഇൻഷാല്ലാ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വപ്നങ്ങളെല്ലാം വരും വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പൂവണിയാനുള്ള തൗഫീക്ക് നൽകട്ടെ. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സാഫല്യമാക്കി തരുവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.